എല്ലാവർക്കും നമസ്കാരം. ഹരിതം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററിൻ്റെ ഓഡിയോ ടേപ്പിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അമീന സിത്താര. ഈ ഓഡിയോയ്ക്ക് ശബ്ദം നൽകിയിരിക്കുന്നത് ഫറ അഷ്റഫ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയത്തെ കുറിച്ചാണ്. മാതാപിതാക്കളുടെ വഴക്കുകൾ, അതും കുട്ടികളുടെ മുന്നിൽ നടക്കുന്ന വഴക്കുകൾ കുട്ടിയുടെ മനസ്സിനെ എങ്ങനെ ബാധിക്കുന്നു എന്നത്. ഒരു കുട്ടിക്ക് വീട് സുരക്ഷിതമായ ഇടം ആയിരിക്കണം. അവൻ അല്ലെങ്കിൽ അവൾ ഭയമില്ലാതെ, സംശയമില്ലാതെ, ആശ്വാസത്തോടെ കഴിയേണ്ട സ്ഥലം. അങ്ങനെ തന്നെയാണ് അത് നടക്കേണ്ടതും. അതുകൊണ്ട് തന്നെ ഇത് ഉറപ്പാക്കാൻ മാതാപിതാക്കൾ ബാധ്യസ്ഥരാണ്. ഒരു അച്ഛനാകുക അല്ലെങ്കിൽ ഒരു അമ്മയാകുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. പ്രസവിച്ചതുകൊണ്ട് മാത്രം കാര്യങ്ങൾ പൂർത്തിയാകുന്നില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. കടമകൾ പാലിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മാതാവും പിതാവും ആകുന്നത്. പക്ഷേ വീട്ടിൽ നിരന്തരം ശബ്ദമുയരുന്ന വഴക്കുകൾ, അമ്മയും അച്ഛനും തമ്മിലുള്ള കടുത്ത തർക്കങ്ങൾ, മറുപടി കൊടുക്കൽ, കുറ്റപ്പെടുത്തൽ, നിശബ്ദ യുദ്ധം, ഇതെല്ലാം ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടത് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശരീരത്തിന് മാത്രമല്ല, മനസ്സിനും വേണ്ടത് നൽകണം. ചിന്തകൾക്കും സുരക്ഷ നൽകണം. അല്ലെങ്കിൽ അത് കുട്ടികളുടെ വളർച്ചയെ ബാധിക്കും. വളർച്ച എന്ന് പറയുമ്പോൾ അത് ശരീര വളർച്ച മാത്രമല്ല, വ്യക്തിത്വവും അറിവും ആത്മവിശ്വാസവും എല്ലാം ഉൾപ്പെടുന്നതാണ്. നന്നായി ആത്മവിശ്വാസമുള്ള ഒരാളായി മാറാൻ ഇത്തരം കാര്യങ്ങളിൽ മാതാപിതാക്കളുടെ ശ്രദ്ധ അത്യാവശ്യമാണ്. ഒരു ചെറിയ കുട്ടി എല്ലാം കേൾക്കുന്നു, എല്ലാം കാണുന്നു. പക്ഷേ അവൻ മനസ്സിലാക്കുന്നത് വലിയവരുടെ പോലെ അല്ല. കുട്ടിക്ക് പലപ്പോഴും തോന്നാം, ഇത് എൻ്റെ കാരണമാണോ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തതുകൊണ്ടാണോ അമ്മയും അച്ഛനും വഴക്കിടുന്നത് എന്ന്. പറഞ്ഞ് പ്രകടിപ്പിക്കാതെ തന്നെ കുട്ടിയുടെ ഉള്ളിൽ കുറ്റബോധം വളരാം. വഴക്കുകൾ കൂടുതൽ
ശബ്ദത്തോടെ നടക്കുമ്പോൾ കുട്ടിയുടെ ശരീരത്തിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കും. ഹൃദയമിടിപ്പ് കൂടും, കൈകൾ ചൂടാകും, അകത്ത് ഭയം വളരും. ചില കുട്ടികൾ മിണ്ടാതാകും, ചിലർ കൂടുതൽ ദേഷ്യക്കാരാകും, ചിലർ സ്കൂളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ പോകും. ചിലപ്പോൾ ADHD പോലുള്ള ലക്ഷണങ്ങൾ പോലെ പോലും തോന്നാം. അല്ലെങ്കിൽ ആങ്സൈറ്റി പോലെയും. പക്ഷേ അതിൻ്റെ അടിസ്ഥാനം വീട്ടിലെ മാനസിക അന്തരീക്ഷം ആയിരിക്കാം. വഴക്കുകൾ സ്ഥിരമായി കണ്ട് വളരുന്ന കുട്ടികൾക്ക് ബന്ധങ്ങളെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് വരാം. ഭാവിയിൽ സ്വന്തം ബന്ധങ്ങളിലും അതേ രീതിയിലുള്ള പ്രതികരണങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. ആത്മവിശ്വാസം കുറയാം. ദേഷ്യം നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാകാം. അവൻ പഠിക്കുന്നത് എന്താണ്? പ്രശ്നങ്ങൾ വന്നാൽ ശബ്ദം ഉയർത്തണം, അല്ലെങ്കിൽ മിണ്ടാതെ മാറി നിൽക്കണം എന്ന രീതിയാണ്. ആരോഗ്യകരമായ ആശയവിനിമയം കാണാതെ വളർന്ന കുട്ടിക്ക് അത് സ്വാഭാവികമായി പഠിക്കാൻ സാധിക്കില്ല. വഴക്കുകൾ ഒരിക്കലും ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമല്ല. എന്നാൽ ദമ്പതികളും തർക്കിക്കും. പക്ഷേ അപമാനിക്കുന്ന വാക്കുകൾ ഒഴിവാക്കണം. ശബ്ദം നിയന്ത്രിക്കണം. പ്രശ്നം തീർന്ന ശേഷം കുട്ടിയോട് സംസാരിക്കണം. അമ്മയും അച്ഛനും വഴക്കിട്ടു, പക്ഷേ അത് നിന്റെ കാരണമല്ല എന്ന് വ്യക്തമായി പറയണം. കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ പ്രശ്നം എന്തായിരുന്നു എന്ന് ചെറുതായി വിശദീകരിക്കാം. അച്ഛൻ എന്നെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് എന്നുപോലെ പറഞ്ഞാൽ കുട്ടിക്ക് സമാധാനം ലഭിക്കും. ഞാൻ കാരണമല്ലല്ലോ എന്ന ആശ്വാസം അവന് ലഭിക്കും. പലപ്പോഴും കുട്ടികൾ തന്നെ അമ്മയോട് സാരമില്ല, കരയണ്ട എന്ന് പറയും. അങ്ങനെ ഒരു സുരക്ഷിതത്വം നൽകാൻ കഴിഞ്ഞാൽ വഴക്ക് കണ്ടതിൻ്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സാധിക്കും. മനുഷ്യരാണ് നാം. തെറ്റുകൾ സംഭവിക്കും. പക്ഷേ അത് തിരുത്താനുള്ള മാർഗം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ
തയ്യാറാവണം. വഴക്ക് കഴിഞ്ഞ് മാതാപിതാക്കൾ രണ്ടുപേരും അടുത്തിരുന്നു പ്രശ്നം പരിഹരിച്ചതായി കുട്ടിയുടെ മുന്നിൽ കാണിക്കണം. ഇല്ലെങ്കിൽ വഴക്ക് തീർന്നോ എന്ന സംശയം കുട്ടിയുടെ മനസ്സിൽ തുടരും. എന്തെങ്കിലും വീണ്ടും സംഭവിക്കുമോ എന്ന ഭയത്തോടെ അവൻ ജീവിക്കും. കുട്ടിയിൽ ഉറക്ക പ്രശ്നങ്ങൾ, ബെഡ് വെറ്റിംഗ്, അപ്രതീക്ഷിത ദേഷ്യം, സ്കൂളിൽ പ്രകടനം കുറയുക, ഒറ്റപ്പെട്ട് ഇരിക്കൽ പോലുള്ള മാറ്റങ്ങൾ കണ്ടാൽ ശ്രദ്ധിക്കണം. എല്ലാം ഇതുകൊണ്ടാണ് എന്ന് കരുതേണ്ടതില്ല. പക്ഷേ ഇതിന് സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കണം. മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളും കുട്ടിയുടെ പെരുമാറ്റ പ്രശ്നങ്ങളും ശരിയായ മാർഗനിർദ്ദേശത്തോടെ പരിഹരിക്കാവുന്നതാണ്. പാരന്റ് ഗൈഡൻസ് സെഷൻസ്, ചൈൽഡ് ഇമോഷണൽ അസസ്മെൻറ്റ്, ഫാമിലി കൗൺസലിംഗ് ഇവ വളരെ സഹായകരമാണ്. അവസാനമായി ഒരു ചെറിയ നിർദ്ദേശം: വീടിൻ്റെ അന്തരീക്ഷം മാറ്റാൻ വലിയ കാര്യങ്ങൾ വേണ്ട. സംസാരിക്കുന്ന ശൈലി കുറച്ച് മാറ്റുക. കുട്ടിയുടെ മുന്നിൽ പരസ്പരം ബഹുമാനത്തോടെ സംസാരിക്കുക. വഴക്ക് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ് എന്ന് വ്യക്തമാക്കുക. ദിവസത്തിൽ കുറച്ച് സമയം കുടുംബമായി ഒരുമിച്ച് ചിലവഴിക്കുക. കുട്ടിയെ കേൾക്കാൻ സമയം കണ്ടെത്തുക. ഇവ ചെറിയ കാര്യങ്ങളായി തോന്നാം, പക്ഷേ കുട്ടിയുടെ മനസ്സിൽ അതിൻ്റെ സ്വാധീനം വളരെ വലിയതാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വീട്ടിലെ അന്തരീക്ഷം കുട്ടിയെ ബാധിച്ചേക്കാം എന്ന്? അല്ലെങ്കിൽ കുട്ടിയിൽ മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന്? അതിനെ അവഗണിക്കരുത്. ശരിയായ സമയത്ത് സഹായം തേടുന്നത് ദൗർബല്യമല്ല, അത് ഉത്തരവാദിത്വമാണ്. ഹരിതം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററിൽ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ആവശ്യമായ മാർഗനിർദ്ദേശവും മാനസിക പിന്തുണയും ലഭ്യമാണ്. ചെറിയ ഇടപെടലുകൾ പോലും കുട്ടിയുടെ ഭാവിയിൽ വലിയ മാറ്റം സൃഷ്ടിക്കാം. നന്ദി. ശ്രദ്ധിച്ചു കേട്ടതിന് നന്ദി. ശാന്തമായ വീടുകൾ, സുരക്ഷിതമായ കുട്ടികൾ, അതാണ് നമ്മുടെ ലക്ഷ്യം.